ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, നമുക്ക് +1 ഹിന്ദി പരീക്ഷയിൽ പഠിക്കാനുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റും മുഴുവനും നമുക്ക് പഠിക്കണം. അതിൽ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് ജാൻ പഹച്ചാൻ എന്നാണ്, അറിവും തിരിച്ചറിവും എന്നാണ്. ആ യൂണിറ്റിലെ അറിവും തിരിച്ചറിവും എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമുക്ക് നിബന്ധമായിട്ട് ലേഖനമായിട്ട് വരുന്ന 5 ലേഖനങ്ങളായിട്ട് വരുന്ന ആനന്ദ് കി ഫുൽച്ചെടിയാം, ആനന്ദത്തിന്റെ പുത്തിരികൾ എന്നാണ്. ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ പൂത്തിരികൾ എന്നാണ്. അനന്ത് ഗോപാൽ ഷേവടെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ലേഖനമാണ്. അതായത് ജീവിതത്തിലെ വിജയം കൈവരിക്കാനും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും സന്തോഷം നൽകുവാനും സഹായകരമാവുന്ന ജീവിതത്തിലെ 5 സംഭവങ്ങളെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് അനന്ത് ഗോപാൽ ഷേവടെ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. വളരെ മനോഹരമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ആനന്ദ് കി ഫുൽച്ചെടിയാം, ആനന്ദത്തിന്റെ പൂത്തിരികൾ. നമുക്ക് ആനന്ദത്തിന്റെ പൂത്തിരികൾ കത്തിക്കാൻ കഴിയുന്നത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് എന്നുള്ളത് സംഭവത്തിലേക്ക് 5 സംഭവങ്ങളിലേക്ക്, ലോകത്തുള്ള 5 കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 5 സംഭവങ്ങളിലേക്ക് അദ്ദേഹം നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുന്നതാണ്. അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം വരുന്നതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഘടന എന്താ നോക്കാം. 5 ഘടനയാണുള്ളത്, 5 സംഭവങ്ങളാണ്. ഒന്നാമത്തെ സംഭവം ആനന്ദത്തിന്റെ പൂത്തിരികൾ കത്തിക്കാൻ കഴിയുന്ന 5 സംഭവങ്ങളാണ് ഇവിടെ കോർത്തിണക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പഹലി ഘടനാക്ക സാരാംശം. ഒന്നാമത്തെ സംഭവം അതാണ്. ശ്രദ്ധിച്ചോളൂ മക്കളെ. ഏക് ബൂഢ ആദ്മി, ഒരു വൃദ്ധനായ മനുഷ്യൻ, ജമീൻ ഖോദ്കർ, വൃദ്ധനായ ഒരു മനുഷ്യൻ എന്താണ് മണ്ണ് കുഴിച്ചിട്ട്, ആം കാ ബീജ് ബോരഹദ, ഒരു മാങ്ങയുടെ വിത്ത് നടുകയാണ്. ഒരു വളരെ പ്രായമായ ഒരു മനുഷ്യൻ റോഡരികിൽ ഒരു പറമ്പിൽ മണ്ണ് കുഴിച്ചിട്ട് അതിലൊരു മാങ്ങയുടെ വിത്ത് ഇടുകയാണ്. യഹ് ദേക്കർ, ഇത് കണ്ടിട്ട് ഏക്ക് നൗജവാൻ ആശ്ചര്യചകിത് ഹോത്തായി, ഒരു ചെറിയ പയ്യൻ ആശ്ചര്യപ്പെട്ടത് കണ്ടിട്ട്. ഈ മനുഷ്യൻ ഈ മാവൊക്കെ നട്ടിട്ട് ഇതിന്റെ മുകളിൽ മാങ്ങ ഉണ്ടായി തിന്നാനുള്ള പ്രായം ഒക്കെ കഴിഞ്ഞു പോയില്ലേ, അപ്പൊ അതുകൊണ്ട് ഇയാളുടെ പ്രായം വളരെ കൂടുതലല്ലേ എന്ന് അദ്ദേഹം പയ്യൻ ചിന്തിച്ചു. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ജോലി ചെയ്യുന്നത്? ഇസ് ഉമർമേ ബി പരിശ്രമം കർണേ വാല ഉസ് ബുഡനെ, ആ പ്രായമായ അവസ്ഥയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധൻ ഉസ്സെ ബതായ, അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ അവനോട് പറഞ്ഞു, കി യേ ബീജ് ജബ് ആം കാ പേട് ബൻ ജായേഗ, മോനെ, ഞാൻ ഈ കുഴിച്ചിരുന്ന ഈ മാങ്ങവയുടെ വിത്ത് എപ്പോഴൊരു വൃക്ഷമായി മാറുന്നു, തബ് സെ ഫൽ, അപ്പോൾ ഉണ്ടാകുന്ന ഫലം ആനേവാലി പീഡിക്ക് ലിയേ ലാഭദായക ഹോഗി, ഒരു പക്ഷേ എനിക്ക് തിന്നാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വരാൻ പോകുന്ന തലമുറയ്ക്ക് അത് കഴിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, ദൂരെയുള്ള ഒരു മാന്തോപ്പ് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നോക്കൂ, ആ മാവിലെ മാമ്പഴമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് ഞാൻ നട്ടതല്ല, എൻ്റെ നേരത്തെയുള്ള കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകൾ വെച്ചതാണ് എന്ന്. അപ്പോൾ നമ്മളെ മരണാനന്തരവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ മുൻ തലമുറകൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമ്മളിൽ ഉണ്ടാവണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ലേഖനം തന്നിരിക്കുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കപ്പെടുമ്പോൾ, അല്ലാത്ത എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ എന്നുള്ള ചിന്തിക്കുന്നത്, അത്തരം നമ്മൾ ആനന്ദത്തിന്റെ പൂത്തിരികൾ സമൂഹത്തിന് കത്തിക്കുക, നമുക്കും ആനന്ദത്തിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നാമത്തേതാണിത്. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ സംഭവത്തിന്റെ രത്ന ചുരുക്കാണ് ഞാൻ തന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്. കോൻ ജമീൻ ഖോദ് രഹാദ, ആരാണ് മണ്ണ് കുഴിച്ചുകൊണ്ടിരുന്നത്? ഏക് ബുഢ ആദ്മീനെ, ഒരു വൃദ്ധനായ മനുഷ്യനാണ്. അടുത്ത ചോദ്യം, ഉസ് സമയ വഹാം സെ കോൻ ഗുജറ, ആ സമയത്ത് അതുവഴി ആരാണ് ഗുജറ കടന്നുപോയത്? ഏക് നൗജവാൻ, ഒരു ചെറിയ പയ്യനാണ്, യുവാവാണ്. അടുത്തത്, ബുഢ ആദ്മി ക്യാ ബോരഹാദ, വൃദ്ധനായ മനുഷ്യൻ എന്താണ് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്? ആം കി ഗുഡലിയാം, മാങ്ങയുടെ വിത്തുകളാണ് ആ മനുഷ്യൻ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു, ഹം ജഗ ജഗ അമരായി ദേഖ്തേ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാവിൻ തോപ്പുകൾ കാണുന്നു. ഈ കിസ്കി മനോവൃത്തി കാ ഫൽ ഹേ, ഇത് ആരുടെ പ്രവൃത്തിയുടെ ഫലമാണ്? പൂർവജോക്കി, നമ്മുടെ പൂർവികന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മാവിൻ തോപ്പുകളൊക്കെ. അടുത്ത ചോദ്യം, ഹമാരെ പൂർവജോക്കി ഇസി മനോവൃത്തി കാ ഫൽ ഹേ, നമ്മുടെ പൂർവികന്മാരുടെ ഈ പ്രവൃത്തിയുടെ ഫലമാണ് ജോ ഹം ഇന്ന് നമ്മൾ ജഗ ജഗ പർ അമരായി ദേഖ്തേ ഹേ, എല്ലാ സ്ഥലങ്ങളിലും മാന്തോപ്പ് കാണുന്നത്. കോൻ സി മനോവൃത്തി, ഏത് മനോവൃത്തിയാണ്? അതായത് അവരുടെ മനോവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ചിന്താഗതി ഇതാണ്. അപ്പനെ സ്വാർത്ഥി ജീവൻ സെ, തങ്ങളുടെ സ്വാർത്ഥപരമായ ജീവിതത്തിൽ നിന്ന് ഊഞ്ച ഒടുക്കർ, പുറത്തേക്ക് വന്നിട്ട് ഉയർന്നിട്ട്, ദൂസറോക്കി സുഖ് ഓർ, മറ്റുള്ളവരുടെ സുഖവും ആനന്ദ് പൗഞ്ചാനേക്ക് മനോവൃത്തി, തൻ്റെ സ്വാർത്ഥത നിറഞ്ഞ തൻ്റെ സുഖം എന്നതിനപ്പുറത്ത് ഉയർന്ന് മറ്റുള്ളവർക്കും കൂടി സുഖം ലഭിക്കുന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ്, ആ മനോവൃത്തിയാണ്, അങ്ങനെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നാട്ടിൽ മുഴുവൻ മാന്തോപ്പുകൾ കാണുന്നത് എന്നാണ്. അപ്പോൾ തൻ്റേതെന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിനും അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എനിക്ക് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ള
മനോവൃത്തിയാണ് ഇന്ന് നാട്ടിൽ മുഴുവനും മാന്തോപ്പുകൾ കാണുന്നതിന് കാരണം എന്നുള്ള സന്ദേശം നമുക്ക് നൽകുന്നു. അപ്പൊ അതും ഇവിടെ അവസാനിക്കാൻ പാടില്ല. അപ്പൊ നമ്മളും അങ്ങനെ അതുപോലെ ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്ക് അതിന് ഉപകാരപ്രദം ഉണ്ടാവണം എന്നുള്ളതാണ് ആനന്ദിക്ക് ഫുൾച്ചെടിയാം എന്ന് പറയുന്ന പാഠത്തിലൂടെ നമുക്ക് തരുന്ന ഒന്നാമത്തെ ഘടനയിലൂടെ തരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 6 മാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കൂടുതൽ എഴുതാനല്ല, കുറച്ച് എഴുതാനാണ്. എന്താണെന്ന് നോക്കൂ. ഘടനാക്ക സംക്ഷേപൻ കരെ, ഈ സംഭവത്തെ നിങ്ങൾ 3-1 ചുരുക്കി എഴുതണം. ഇതാണ് ഈ സംഭവത്തെ, ഇതിനെ 3-1 ചുരുക്കി എഴുതണം. 3-1 ചുരുക്കി എഴുതുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കും ഒന്നാമത്തെ വരി എഴുതുക, രണ്ടാമത്തെ വരി വിട്ടേക്കുക, മൂന്നാമത്തെ വരി എഴുതുക, നാലാമത്തെ വരി ഇട്ട്. അങ്ങനെയല്ല. ഇതിനെ വായിച്ചിട്ട് അതിനെ നിങ്ങൾ സംക്ഷിപ്തമാക്കിയിട്ട് അത് ചുരുക്കിയിട്ട് 3-1 ആക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, കൂടുതൽ എഴുതുന്നതിനല്ല മാർക്ക്, ഇതിന് കുറച്ച് എഴുതുമ്പോഴാണ് മാർക്ക്. ഏക് ബൂഢ ആദ്മി, ഒരു വൃദ്ധനായ മനുഷ്യൻ, ജിസ്കെ ബാൽ സഫേദ് ഹോഗേദി, അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ മുടി എന്തായിട്ടുണ്ട്, വെളുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കൂ. ഏക് ബൂഢ ആദ്മി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. അതിനെ അലങ്കരിക്കാൻ വേണ്ടി ജിസ്കെ ബാൽ സഫേദ് ഹോഗേത്, അദ്ദേഹത്തിന്റെ മുടി എല്ലാം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രായമാകുമ്പോൾ അങ്ങനെ മുടി വെളുത്തിരിക്കുന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യാവുന്നതാണ്. ജമീൻ ഖോദ് രഹദ, മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക് നൗജവാനെ, ഒരു ചെറുപ്പക്കാരനെ പയ്യൻ, ജോ വഹാം സെ ഗുജർ രഹാദ, അതിലൂടെ കടന്നു പോവുകയായിരുന്നു. ഉസ് ബുജുർഗുക്കു, ആ വൃദ്ധനായ മനുഷ്യൻ, ബുജുർഗുക്കു വൃദ്ധനായ മനുഷ്യനെ പരിശ്രമം കർത്തേ ദേഖ് പൂച്ച, പരിശ്രമിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ബാബാ മുത്തശ്ശ യേ ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ആ വൃദ്ധൻ പറഞ്ഞു, ആം കി ഗുഡലിയാം ബോരഹാഹും, മാങ്ങയുടെ വിത്തുകൾ കുഴിച്ചിടുകയാണ് മോനെ. ബുഡാനെ കഹ, വൃദ്ധൻ പറഞ്ഞു. ഈ സുമ്രമേ, ഈ പ്രായത്തിലോ? ഇസ്കെ ഫൽ കബ് ഖാവുങ്കി ബാബാ, ഇതിനുമ്പിലൊക്കെ പഴം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ തിന്നാനാണ് ബാബാ? അപ്പൊ ബാബ പറയാണ്, മേ ഫൽ നഹി ഖാ സക്തേ തോ ക്യാ, എനിക്ക് തിന്നാൻ പറ്റില്ലെങ്കിൽ എന്താണ്? മേം ഫൽ നഹി ഖാ സക്തേ തോ ക്യാ ഹുവാ ബേട്ടാ, എനിക്ക് തിന്നാൻ പറ്റില്ലെങ്കിൽ എന്താ മോനെ കുഴപ്പം? തും തോ കാ സകോങ്കെ, നിനക്ക് തിന്നാൻ പറ്റുമല്ലോ. മേരെ തുമാരെ നാനി പോത്തെ തോ ഖായെങ്കെ, എന്റെയും നിന്റെയും നാനി പോത്തെ, പേരക്കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ. ദെക്കോ, പിന്നെ മോനെ നീ നോക്കൂ, വ അമരായി, ആ മാന്തോപ്പ് കണ്ടോ, ദാദാനെ ലഗായിദി, നമ്മുടെയൊക്കെ മുത്തശ്ശന്മാർ നട്ടതാണ്. തോ ഉസ്കെ ഫൽ മേനെ ഖായെ, അതിന്റെ ഫലം ഞാൻ ഇന്ന് കഴിക്കുന്നുണ്ട്. ഇസ്കെ ഫൽ മേരെ നാനി പോത്തെ ഖായെങ്കെ, എന്റെ പേരക്കുട്ടികൾ കഴിക്കുന്നതുമാണ്. ഇത്രയും ഭാഗത്തിന്റെ 3-1 ചുരുക്കി എഴുതിയാൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആ ഉത്തരത 3 വരിയിലാണ് കൊടുത്തത്. ഇവിടെ എത്ര വരിയുണ്ട്? നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 വരിയുണ്ട്. അതിന് നമ്മൾ 3 വരിയിലേക്ക് നമ്മൾ ചുരുക്കി. ഉത്തരം ഇങ്ങനെയാണ്, നോക്കൂ. ഏക് ബൂഢെ ആദ്മി കോ ആം കി ഗുഡലിയാം ബോത്തെ ദേഖ് കർ, ഒരു ബൂഢെ ആത്മീക്കോ, വൃദ്ധനായ മനുഷ്യനെ, ആം കി മാങ്ങയുടെ ഗുഡലിയാം വിത്തുകൾ ബോത്തെ ദേക്കർ, നടുന്നത് കണ്ടപ്പോൾ, നൗജവാൻ ഉസ്സെ പൂച്ച, വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, കി ബാബ ആപ് ഇസ്കെ ഫൽ ഖാ സകോങ്കെ, മുത്തശ്ശ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കഴിക്കാൻ കഴിയുമോ? തബ് ബൂഢെ ആത്മിനെ വ്യക്ത കിയാ കി, അപ്പൊ വൃദ്ധനായ മനുഷ്യൻ വ്യക്തമാക്കി, മേ തോ ഖാ നഹി സക്താ തോ, എനിക്ക് തിന്നാൻ കഴിയില്ലെങ്കിലും, തും ഓർ മേരെ തുമാരെ നാനി പോത്തെ ഖാ സകോങ്കെ, നീയും നിന്റെയും എന്റെയും പേരക്കുട്ടികൾക്ക് തിന്നാൻ കഴിയുമല്ലോ എന്ന്. അപ്പോൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും ആക്കി മാറ്റും എഴുതി. അല്ലാണ്ട് വേറെ കോൺവെർസേഷൻ ഒന്നും ഇതിനകത്തില്ല. അതൊക്കെ നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഇതൊക്കെ നമ്മൾ ഒക്കെ എടുത്ത് മാറ്റി. വൃദ്ധനായ ഒരു മനുഷ്യൻ മാങ്ങയുടെ വിത്ത് കുഴിച്ചിടുന്നത് കാണുന്ന സമയത്ത് ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെ ഫലം കഴിക്കാൻ കഴിയുമോ? എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിനക്കും നിന്റെയും എന്റെയും പേരക്കുട്ടികൾക്കും കഴിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിൽ നമുക്ക് കിട്ടുന്നത് 6 മാർക്കാണ്. അപ്പൊ ആനന്ദയ്ക്ക് ഫുൾച്ചെടിയാം, അറിവും തിരിച്ചറിവും എന്ന യൂണിറ്റിലെ ആദ്യത്തെ ഈ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് രണ്ടാമത്തെ സംഭവമാണ്. നോക്കൂ, രണ്ടാമത്തെ ഘടന, ദൂസരി ഘടനാക്ക സാരാംശം, രണ്ടാമത്തെ സംഭവത്തിന്റെ കഥയിൽ പറയുന്നതിന്റെ സാരാംശത കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ? അപ്പൊ നമുക്ക് അതിന് സാരാംശം പറയാം. ഏക വൃദ്ധ മഹിള, ഒരു വൃദ്ധയായ സ്ത്രീ, ഇവിടെയും വൃദ്ധയായ സ്ത്രീയാണേ. നേരത്തെ വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു, ഇവിടെ വൃദ്ധയായ ഒരു സ്ത്രീയാണ്. റെയിൽഗാഡീസ് യാത്ര കർത്ത സമയം, ട്രെയിനിലും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ മുട്ടീസ്, അവർ തന്റെ മുട്ടി നല്ല ചുരുട്ടിപ്പിടിച്ച കയ്യിൽ നിന്ന് സുന്ദർ ഫൂൽ, മനോഹരമായ പൂക്കളുടെയും അതുപോലെ തന്നെ ഫലോം കെ ബീജു, പഴങ്ങളുടെയും വിത്തുകൾ ഫേങ്ഗ്രഹിയെ, ട്രെയിനിൽ വൃദ്ധയായ ഒരു സ്ത്രീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു കൊട്ടയുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഓരോ ചെടിയുടെ, ആ പൂക്കളുടെയും അതുപോലെ തന്നെ പഴങ്ങളുടെയും വിത്തുകൾ ട്രെയിനിലൂടെ ജനലിലൂടെ കൂടെ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉൻകി ഉമ്മീദ് ദി, അവരുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? കി ഉന്മേസെ കുച്ച് ബി അഗർ ജഡ് പക്കടേൻ തോ, അതിൽ വലിച്ചെറിയുന്നതിൽ ഏതെങ്കിലും ഒന്ന് വേര് പിടിക്കുകയാണെങ്കിൽ, ജഡ് പക്കടേൻ തോ വേര് പിടിക്കുകയാണെങ്കിൽ, ലോകോങ്കോ ഇസെ കുച്ച് ഫായദ ഹോക, നാട്ടുകാർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുമല്ലോ എന്ന്. അവർക്ക് ഉണ്ടായിക്കൊള്ളുമെന്നില്ല, നേരത്തെ ആ വൃദ്ധന്റെ മായി തന്നെ. ഓക്കെ, ഇതാണ് സംഭവം. ആ സാരാംശം അതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ചോദ്യം എന്ത് എന്നുള്ളതാണ്.
നോക്കൂ പരീക്ഷ ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, റെയിൽഗാഡി മേ ബൈഠ്കർ മഹിളാ യാത്രി ക്യാ ഫേങ്ക് രഹി थी. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ആ മഹിളാ യാത്രി, വൃദ്ധയായ മഹിളാ സ്ത്രീ മഹിള എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സുന്ദർ ഫൂലവും ഔർ ഫലവും കെ ബീജ്. സുന്ദരമായ പൂക്കളുടെയും പഴങ്ങളുടെയും വിത്തുകളാണ് ഫേങ്ക് രഹീതി. എന്ത് എറിയുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ വിത്തുകളാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. അതായത് റെയിൽഗാഡിമേ ബൈഠ്കർ ട്രെയിനിൽ ഇരുന്നിട്ട് മഹിളാ യാത്രി, ആ മഹിളയായ യാത്രക്കാരി ക്യാ ഫേങ്ക് രഹീതി എന്താണ് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നത്? സുന്ദർ ഫൂലോം ഔർ ഫലോം കെ ബീജ്. സുന്ദരങ്ങളായ പൂക്കളുടെയും ഫൂലോം കെ പൂക്കളുടെയും ഫലോം കെ പഴങ്ങളുടെയും ബീജ് വിത്താണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത പഹലി ഓർ ദൂസരി ഘടനാമേ ക്യാ സമാനത ഹെ. ആദ്യം പറഞ്ഞ വൃദ്ധനായ മനുഷ്യൻ മണ്ണ് മാന്തി വിത്ത് വിടുന്നതും ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ വിത്ത് പുറത്തേക്ക് എറിയുന്നതും തമ്മിൽ എന്ത് സമാനതയാണുള്ളത് എന്നാ ഉത്തരം. ബുഡ ആദ്മി ഓർ അഭിജാതി മഹിള. ബുഡ ആദ്മി വൃദ്ധനായ മനുഷ്യനും ഇവിടെ അഭിജാതി മഹിള. അഭിജാതി മഹിള എന്ന് പറഞ്ഞാൽ കുലീനിയായ, സൽസ്വഭാവിയായ, ഉന്നത കുലജാതകയായ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ അഭിജാതി എന്നത്. മഹിള ദോനവും ആ പ്രായമുള്ള മനുഷ്യനും ഈ പ്രായമുള്ള സ്ത്രീയും ദോനവും ദൂസരവും കി ബലായി ചാത്തെ. അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയാണ്. ഓക്കെ, അതാണ്. അടുത്തത് ദുനിയാ രഹ്നെ ലായക് കൈസേ ബിനി. എപ്പോഴാണ് ദുനിയാ ലോകം രഹ്നെ ലായക് കൈസേ ബിനി, മനുഷ്യന് വാസയോഗ്യമാകുന്നതും ഭൂമി സ്വർഗമായി തീരുന്ന പോലെ അവസ്ഥ വരുന്നത് എപ്പോഴാണ് എന്നാണ് ഉത്തരം. സ്വാർത്ഥി ഓർ ലാലച്ചി മാനവോം കെ. സ്വാർത്ഥന്മാരുടെയും ലാലച്ചി കൊതിയന്മാരായ അത്യാഗ്രഹികളുമായ മാനവോം കെ ബീച്ചുമേ മനുഷ്യന്മാരുടെ ഇടയിൽ കുറച്ച് ആളുകൾ സ്വാർത്ഥദാസെ ദൂർ രേക്കർ, സ്വാർത്ഥത എന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് ദൂസരോം കി ഭലായി കർണ ചാത്തെ, മറ്റുള്ളവർക്കായി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലിയെ ദുനിയാ രഹ്നെ ലായക് ബനിക. അതുകൊണ്ടാണ് ഈ ലോകം താമസയോഗ്യമായി തീർന്നത്. എല്ലാ സ്വാർത്ഥന്മാരായ ആളുകൾ മാത്രം, അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ലോകത്ത് മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഒന്ന് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? സംഭ്രാന്ത് മഹിള. ഈ അഭിജാതി മഹിളേനാണ് സംഭ്രാന്ത് മഹിള എന്ന് പറയുന്നത്. ഓക്കെ, റെയിൽഗാഡീസെ കുച്ച് ചീസേ ബാഹർ ഫേങ്ക് രഹി. ട്രെയിനിൽ നിന്ന് കുറച്ച് വിത്തുകൾ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. തബ് സഹയാത്രി ഓർ സംഭ്രാന്ത് മഹിള കെ ബീച്ച്. അപ്പോൾ സഹയാത്രിയും ഈ അഭിജാത്യ മഹിളയായ സംഭ്രാന്ത് മഹിളയായ ലക്ഷണമൊത്ത സ്ത്രീയുടെയും ബീച്ചിക്ക് ഇടയ്ക്കുള്ള സംഭാവിത വാർത്താലാപ തയ്യാർക്കാരി. അവർ വിത്തുകൾ പുറത്തേക്ക് എറിയുന്ന സമയത്ത് മറ്റൊരു യാത്രക്കാരനും ഇവർ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ ചോദിച്ചാൽ 6 മാർക്കാണ്. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ പലതവണ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം. ഉത്തരം സഹയാത്രി പറയാണേ. യേ ആപ്പ് ക്യാ ഫേങ്ക് രഹിയെ. നിങ്ങൾ എന്താണ് ഈ വിത്ത്, നിങ്ങൾ എന്താണ് ആപ്പ് ക്യാ ഫേങ്ക് രഹിയെ, നിങ്ങൾ എന്താണ് ഈ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ മഹിള പറഞ്ഞു, തും ദേഖ്തേ നഹി, എന്താണ് എറിയുന്നത് നിങ്ങൾ കാണുന്നില്ല, ഇത് എന്തൊരു ചോദ്യമാണ്. അപ്പൊ സഹയാത്രി ഇസ്ലിയത്തെ പൂഷ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എടുത്തെറിയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എറിയുന്നത് എന്നുള്ളത്. അപ്പൊ മഹിള ഏ തോ ബീജ്, ഞാൻ ഈ എറിയുന്ന വിത്തുകളാണ് എറിയുന്നത്. അപ്പൊ സഹയാത്രി ബീജ്, വിത്തുകളോ? അപ്പൊ മഹിള ഹാം ഫൽ ഫൂലോം കെ ബീജ്, ഇത് പൂക്കളുടെയും പഴങ്ങളുടെയും വിത്താണ് ഞാൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹയാത്രി എനിക്കോ കിടക്കീസൈ, ഇതിനൊക്കെ നിങ്ങൾ ജനലിലുള്ള കൂടെ വിൻഡോയ്ക്കുള്ളിലൂടെ ക്യോ ഫേങ്കത്തി, എന്തിനാണ് ഇങ്ങനെ പുറത്തേക്ക് എറിയുന്നത്? അപ്പൊ മഹിള പറയാ എന്നെ കുച്ച് ജഡ് പക്കടില്ലെങ്കിൽ, ഇതിലേതെങ്കിലും വേര് പിടിച്ചാലോ എന്ന്. അപ്പൊ സഹയാത്രി തോഫിർ, അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം? മഹിള തബ് ഫായദ ഹോഗ, അപ്പോഴാണ് ഇതിന് ഫലം ഉണ്ടാവുന്നത്. അപ്പൊ സഹയാത്രി ഫായദ കൈസേ ഹോഗ, ഫലോ എങ്ങനെ ഉണ്ടാവുന്നു? കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ എവിടെയെങ്കിലും വിത്തെറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണം? അപ്പൊ മഹിള ഈ ബീജ്, ഈ വിത്ത് പേട് ബൻകർ, വൃക്ഷമായിട്ട് ഫൂലേങ്കെ ഫലേങ്കെ, പൂക്കും കായ്ക്കും. അപ്പൊ സഹയാത്രി തബ് തോ, അതുകൊണ്ടോ? മഹിള മനുഷ്യക്കേലി ഉപയോഗി ഹോഗെ, അത് മനുഷ്യന് ഉപകാരപ്രദമായി മാറും. അപ്പൊ സഹയാത്രി ആരേ ബാപ്പരേ, അല്ലയോ അയ്യോ, ആപ് തോ മഹാൻ കാര്യക്കറിയ, അപ്പൊ നിങ്ങളൊരു മഹാസങ്കല്പങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹിള ഏലോ ഇത പിടിച്ചോളൂ, ആപ്പ് ബി ഫേങ്കിയെ, നിങ്ങളും എറിഞ്ഞോളൂ. അപ്പൊ സഹയാത്രി ടീക്കേ ദീജിയെ, ശരി തരൂ. അപ്പോൾ അദ്ദേഹത്തോടും എന്ത് ചെയ്ത്, ആ സ്വാർത്ഥത ഇല്ലാതെ കണ്ടോ, നിങ്ങൾ എറിഞ്ഞ വിത്തുകൾ മുളയ്ക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. വളരെ മനോഹരമായ, സമൂഹത്തിലെ അടുത്ത തലമുറയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2 കഥാപാത്രങ്ങളാണ് നമ്മൾ 2 സംഭവങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ഈ ട്രെയിനിൽ തന്നെ വേറൊരു സംഭവം നോക്കൂ. അടുത്ത ചോദ്യം. मान ले, മനസ്സിലാക്കൂ, റെയിൽഗാഡി സെ സഫർ കർനെ വാലി ഏക് യാത്രിക്ക്, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരന്റെ നസർ, ദൃഷ്ടി, ഡിബ്ബേമേം, ആ ഡിബ്ബേമേൻ
ബോഗിയിൽ ഡിബ്ബ എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെന്റിൽ ചിപ്കെ ഹുയെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വിജ്ഞാപൻ പർ പടി, അതിന്റെ മുകളിലുള്ള ഒരു വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റിലേക്ക് കണ്ണുപോയി. ജോ രക്തദാൻ കെ മഹത്വക്കു, അത് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ രേഖാങ്കിത് കർത്താഹെ അടയാളപ്പെടുത്തുന്നതാണ്. ട്രെയിനിന്റെ അകത്ത് നമ്മൾ പോകുമ്പോൾ അങ്ങനെ പബ്ലിക് ഇൻഫർമേഷൻ ആയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിജ്ഞാപനങ്ങളൊക്കെ കാണാം. സങ്കേതവും കെ സഹാരെ, അത് താഴെ തന്നിരിക്കുന്ന സങ്കേതവും സൂചനകളാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിജ്ഞാപൻ തയ്യാറാക്കി. ആ വിജ്ഞാപനം ഇതാൻ 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. എന്താണ് സമഭാവ് എന്നുള്ള വാക്ക് വരണം, മാനവ പ്രേമം എന്ന് പറയുന്ന വാക്ക് വേണം, സഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് വേണം, ജീവൻ ദാൻ എന്നീ വാക്കുകളോ അതിനർത്ഥമുള്ളതോ ആയ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തരതാണ് വിജ്ഞാപൻ. നോക്കൂ, സ്വാസ്ഥ്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, രക്തദാൻ ജീവദാൻ, രക്തദാനം ജീവദാനം, ഭായിയോം ബഹനോം, സഹോദരി സഹോദരന്മാരെ, രോഗാവസ്ഥാവേയും, രോഗമായ അവസ്ഥയിൽ, പീഡിത ലോകവും സെ, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സമഭാവരയ്ക്ക്, അവരോട് നിങ്ങൾ സമഭാവന വെച്ചു പുലർത്തൂ. അവരെ പോലെയാണ് നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയാണ് അവർ എന്ന് സമഭാവന വെക്കൂ. സഹിഷ്ണുത ഔർ അനുകമ്പാരേക്കർ, മറ്റുള്ളവരോട് സഹിഷ്ണുത, അവരുടെ വേദന എൻ്റേത് കൂടിയാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഞാൻ ഉത്തരവാദിയാണ് എന്നുള്ള മാനസികാവസ്ഥയ്ക്കാണ് നമ്മൾ സഹിഷ്ണുത എന്ന് പറയുന്നത്. ഓർ അനുകമ്പ, അനുകമ്പ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വേദന എൻ്റെ വേദനയാണ് തോന്നുന്ന അനുകമ്പ. രക്കർ ഉസ്കി സഹായ ദിജി, അവരെ നിങ്ങൾ സഹായിക്കണം. ഖുഷീസെ രക്തദാൻ ദിജി, വളരെ സന്തോഷത്തോടെ രക്തം ദാനം ചെയ്യൂ. ദൂസറോക്കി ജാൻ ബച്ചായി, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കൂ. അപ്പോൾ രക്തദാൻ ജീവദാൻ എന്ന് പറയുന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാപനമാണ്. ഇതൊരു പേപ്പറിൽ വളരെ മനോഹരമായി വരച്ചിങ്ങനെ എഴുതുക. ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പിക്ചറും നിങ്ങൾ വരയ്ക്കുക. വിജ്ഞാപനമാകുമ്പോൾ ഒരു ചിത്രം ഉണ്ടാവണം. അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് അർത്ഥം. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു എയർ ഷാമ്പൂവിനെ കുറിച്ചൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിനെ കുറിച്ചായിരിക്കാം, മൊബൈൽ ഫോണിനെ കുറിച്ചായിരിക്കാം, എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് വരാം. അപ്പോൾ കുറച്ച് പോയിന്റുകൾ താഴെ തരും. അതിനെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വിജ്ഞാപനാക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നത് 8 മാർക്കാണ്. സാധാരണ ഈ പാഠത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വിജ്ഞാപനം വരുന്നത്. 8 മാർക്കാണ്, മറക്കരുത്. ഓക്കെ, യെസ്. അടുത്തത് മൂന്നാമത്തെ സംഭവം നോക്കൂ. ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന് പറയുന്ന നിബന്ധത്തിലെ തീസരി ഘടനാക്ക സാരാംശം, മൂന്നാമത്തെ സംഭവത്തിന്റെ സാരാംശം കേട്ടോളൂ. അമേരിക്കയിലെ പ്രസിഡന്റായ ബെഞ്ചമിൻ ഫ്രാങ്കിളിനെ, പഴയ ബെഞ്ചമിൻ ഫ്രാങ്കിൾ ഏക് ഗരീബ് വിദ്യാർത്ഥിക്ക് ആർത്തിക് സഹായതാക്കി, ഒരു ദരിദ്രനായ വിദ്യാർത്ഥിക്ക് ബെഞ്ചമിൻ ഫ്രാങ്കിൾ ഒരിക്കൽ സാമ്പത്തിക സഹായം ചെയ്തു. വർഷം ബാദ്, കുറേ വർഷങ്ങൾക്ക് ശേഷം, ജബ് എപ്പോൾ അവൻ റക്കം വാപ്പസ് ദേനയായ, ആ ക്യാഷ് റക്കം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നു. പ്രസിഡന്റിനെ ഉസേ അപ്പനി പാസ് രക്കിനേക്കോ പ്രസിഡന്റ് പറഞ്ഞു, പൈസ എനിക്ക് വേണ്ട, ഞാൻ അന്ന് സഹായിച്ചാണ്, എനിക്ക് വരണ്ട, ഈ ക്യാഷ് നീ തന്നെ വെച്ചോ. റക്കം, എന്നിട്ടോ ആ ക്യാഷ് ആജ് ബി അനേകോ കെ ഹാത്ത് ഗും തരഹായ്, ഇന്നും അമേരിക്കയിൽ ഒരുപാട് ആളുകളുടെ കയ്യിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. റുപ്പയ കമാന ഓർ ഡിഗ്രിയാം ഹാസിൽ കർണ, റുപ്പയ കമാന ക്യാഷ് സമ്പാദിക്കുക, ഡിഗ്രിയാം ഹാസിൽ കർണ ഡിഗ്രികൾ സ്വന്തമാക്കുക, ഹാസിൽ കർണ സ്വായത്തമാക്കുക, ആസാനിഹി എളുപ്പമല്ല. പണം കൈവശം വെക്കുക എന്നതും ഡിഗ്രികൾ സ്വന്തമാക്കുക എന്നതും രണ്ടും എളുപ്പമുള്ള കാര്യമല്ല, റിസ്ക് ഉണ്ടായത് രണ്ടിനും. ഹം ചാഹേ തോ ദൂസറോ കി ഖുഷിയാ ദേ സക്തേ, പറ്റുമെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. ജറൂറത്ത് മന്ദോ അത്യാവശ്യക്കാരുടെ സഹായത കർണി ചാഹിയെ, എപ്പോഴും അത്യാവശ്യക്കാരെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുക വേണം എന്നതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. എന്നിട്ട് അത് ചോദ്യം നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. നോക്കൂ, $20 ഗരീബ് വിദ്യാർത്ഥി സെ, ദരിദ്രനായ വിദ്യാർത്ഥിയിൽ നിന്ന് ദൂസരെ ജറൂറത്ത് മന്ത് വിദ്യാർത്ഥിക്ക് ഹാത്ത് പਹੁഞ്ചത്താ ഹെ, മറ്റൊരു ദരിദ്രനായ വിദ്യാർത്ഥിയുടെ അടുത്ത് ഈ പണം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ദേത്തെ സമയം, അത് നൽകുന്ന സമയത്ത് ദോനോ കെ ബീച്ച് ബാച്ച് തയ്യാറാക്കി, രണ്ടാളുടെയും ഇടയിലുള്ള സംഭാഷണം തയ്യാറാക്കാൻ. ജറൂറത്ത് വിദ്യാർത്ഥി ദ്വാര സഹായത മാംഗന, അത്യാവശ്യമുള്ള കുട്ടിയോട് ജറൂറത്ത് വിദ്യാർത്ഥി ദ്വാര സഹായത മാംഗന, അത്യാവശ്യമുള്ള വിദ്യാർത്ഥികൾ സഹായം ആവശ്യപ്പെടുക. ബെഞ്ചമിൻ ഫ്രാങ്കിൾ കി ബാത്ത് കർണ, ബെഞ്ചമിൻ ഫ്രാങ്കിന്റെ കാര്യം സംസാരിക്കുക. അകലെ ജറൂറത്ത് കോ ദേനേക്ക നിർദ്ദേശം, അടുത്ത ആളുകൾക്ക് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഉൾക്കൊള്ളുക. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളണം കോൺവെർസേഷൻ്റെ അകത്ത്. അപ്പോൾ നോക്കൂ, ഇത് കേട്ടോളൂ, അതാണ് കോൺവെർസേഷൻ. നിങ്ങൾക്ക് 6 മാർക്കാണ് ചോദ്യം. ജോൺ എന്ന് പറയുന്ന ഒരാൾ പയ്യൻ പറയാണ്, നമസ്തേ ജി, നമസ്തേ. അപ്പോൾ ജോസഫ് നമസ്തേ തിരിച്ചു പറഞ്ഞു. ജോൺ പറയാ, മേ ആപ്കെ പാസ് മദദ് കെ ലിയെ ആയാ ഹൂം, ഞാൻ നിങ്ങളെടുത്ത് ഒരു സഹായത്തിന് വന്നതാണ്. മദദ് എന്ന വാക്കിന്റെ അർത്ഥം സഹായത്തിന് വന്നതാണ്. അപ്പോൾ ജോസഫ്, മദദ് കൈസേ, സഹായമോ, എങ്ങനെ? അപ്പോൾ ജോൺ പറയാൻ, മേരാ പഠായി, എൻ്റെ പഠനം, ആകെ ലേ ജാനെ, മുന്നോട്ട് കൊണ്ടുപോകാൻ കുച്ച് ഡോളർ കി ജറൂറത്ത്, കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്, ഡോളർ ആവശ്യമുണ്ട്. അപ്പോൾ ജോസഫ്, $20 മേരെ പാസേ, ഓഹോ,
എൻ്റെ അടുത്തൊരു $20 ഉണ്ട്, കയ്യിലുണ്ട്. അപ്പോൾ ജോൺ, കബ് വാപ്പസ് ചാഹിയേ, ഇത് ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് തരേണ്ടത്? അപ്പോൾ ജോസഫ്, വാപ്പസ് നീഹി ചാഹിയേ, തിരിച്ചു തരികയേ വേണ്ട. അപ്പോൾ ജോൺ, ഫിർ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ജോസഫ് പറഞ്ഞു, തുമാരെ പാസ് ജോ പൈസാക്കെ ജുറത്തും ആത്തെ ഹേ, തുമാരെ പാസ്, ഇതുപോലെ നീ എൻ്റെ അടുത്ത് വന്നതുപോലെ നിന്റെ അടുത്ത് ജോ തുമാരെ പാസ് ജോ പൈസാക്കെ ജുറൂറത്തമേം, ജോ ആരൊരാളാണോ പൈസാക്കെ പണത്തിന്റെ ജുറൂറത്തമേ അത്യാവശ്യത്തിൽ ആത്തേ വരുന്നത്, ഉൻകോ ദീജി, അവരെ കൊടുക്കുന്നു. അപ്പോൾ ജോൺ പറഞ്ഞു, ടീക്കേ ലേക്കിൻ ഈ റക്കം കിസ്കായെ, അങ്ങനെ ചെയ്യാം, പക്ഷെ ഈ ക്യാഷ് നിങ്ങളുടെയാണോ മറ്റാരുടേതാണോ? അപ്പോൾ ജോസഫ്, ഈ റക്കം, ഈ ക്യാഷ് അസലി മാലിക്, ഇതിന്റെ ഒറിജിനൽ ഓണർ അമേരിക്കക്ക് പ്രസിഡന്റ്, അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്കിൾ ഹേ, ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്കിളുടേതാണ്. അപ്പോൾ ജോൺ, വേ കിത്തന മഹാൻ ഹേ, അദ്ദേഹം എത്രമാത്രം മഹാനായ ഒരു മനുഷ്യനാണല്ലേ. ഓക്കെ, ഇത്രയും ഈ സംഭവങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 6 മാർക്കാണ് ഇരുന്നത്. ഓക്കെ മക്കളെ, ഇത് നിങ്ങൾ എഴുതാൻ മറന്നു വരുത്. അടുത്തത് നിങ്ങളോട് വരുന്നത് 4ാമത്തെ ഘടനയാണ്, ചൗധി ഘടന കാ സാരാംശം. 4ാമത്തെ ഘടനയുമായി ബന്ധപ്പെട്ടുള്ള സാരാംശം, കഥയുടെ സാരാംശമാണ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യവും സാരാംശം എങ്ങനെയാണ്? ലേഖകൻ ഏക് ബാർ മുംബൈ ജാ രഹാ താ, ലേഖകൻ ഒരിക്കൽ മുംബൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഡായിക്കെ കാരൻ, ആ സമയത്ത് യുദ്ധം നടക്കുന്ന കാരണത്താൽ ഗാഡിയോം കംതി, വണ്ടികൾ വളരെ കുറവാണ്, ട്രെയിൻ. ടിക്കറ്റ് ലേനേക്ക് ലിയേ ലോഗോं की भीड़ थी, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങളുടെ ഭയങ്കര ഭീടാണ്. ടിക്കറ്റ് ബാബു പരേശാൻ താ, ടിക്കറ്റ് ബാബു ആട്ടെ വല്ലാണ്ട് നിരാശനായിരുന്നു. വേ ഷോർ മച്ചാ രഹാ താ, വേ അവർ ഷോർ മച്ചാ രഹാ താ, അദ്ദേഹം ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്ത്? ടിക്കറ്റ് ബാബു സുനാ അൻസുനാ കർക്കെ, ആളുകൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക, ടിക്കറ്റ് ഒന്ന് വേഗം എടുക്ക്, നീ എന്താണ്, എന്ത് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടിക്കറ്റ് ബാബു സുനാ അൻസുന, ടിക്കറ്റ് ബാബു ഈ പുറത്തുനിന്ന് ആൾക്കാർ ഉണ്ടാക്കുന്ന കലാപങ്ങളിൽ നിന്ന് കേൾക്കുകയോ കേൾക്കാതിരിക്കുന്ന രൂപത്തിലോ അപ്പന കാം കർ രഹേ थे, തൻ്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ലേഖകനെ, അപ്പോൾ ലേഖകൻ മുസാഫിറോക്കോ ശാന്തി കർണേക്ക് കോശിഷ് കി, നമ്മുടെ കഥ എഴുതിയ അനന്ത് ഗോപാൽ ഷേവഡ് എന്ത് ചെയ്തു? അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ടിക്കറ്റ് ബാബു की പരേശാനി समझी, ടിക്കറ്റ് ബാബു അകത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ലേഖക ശബ്ദോं का अजीब सा असर, ലേഖകന്റെ ഇത്തരം വാക്കുകളുടെ അജീബ് സാ അസർ, ശക്തമായ വിചിത്രമായ സ്വാധീനം ടിക്കറ്റ് ബാബു ടിക്കറ്റ് ബാബുവിൽപ്പെട്ടു. എന്നാൽ പുറത്ത് ആളുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട്, എന്താണ് എത്ര നേരം വൈകി ടിക്കറ്റ് മുറിക്കുകയാണ് നീ ഇങ്ങനെ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെടുക, ആ മനുഷ്യനെ അവിടെ നിന്ന് ഒറ്റ കഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കാര്യം അകത്തുള്ള ടിക്കറ്റ് മുറിച്ചെടുക്കുന്ന ടിക്കറ്റ് ബാബു കേട്ടു. അപ്പോൾ അയാളുടെ മനസ്സിലൊരു കുളിര് സന്തോഷമായി. ഓക്കെ, ലേഖകനെ ഉസ്കെ സാത്ത് സഹാനുഭൂതി ദിഖായി, ലേഖകൻ ആ ടിക്കറ്റ് മുറിക്കുന്ന മനുഷ്യനോട് സഹാനുഭൂതി കാണിച്ചു. തോ ഉസ്കാ ദിൽ മോം കെ സമാൻ ഹോ ഗയ, അപ്പോൾ ആ മനുഷ്യന്റെ അകത്ത് ടിക്കറ്റ് മുറിക്കുന്ന മനുഷ്യന്റെ മനസ്സ് മോം കെ സമാൻ ഹോ ഗയ, മോം എന്ന് പറഞ്ഞാൽ മെഴുക് പോലെ ഉരുകി. അത് കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മനസ്സ് ഇതൊക്കെ കേട്ട് 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 പത്തർ കല്ല് പോലെയായിരുന്നു. ഇത് എന്നാൽ മെഴുക് പോലെയായി. മോം എന്ന് പറഞ്ഞാൽ മെഴുക് പോലെയായി. सच्चे हृदय से निकलने वाले शब्दों का असर लोगों पर जरूर पड़ता है. സച്ചേ ഹൃദയ സെ, സത്യസന്ധമായ ഹൃദയത്തിൽ നിന്ന് നിക്കൽനെ വാലെ ശബ്ദോं का, പുറപ്പെടുന്ന വാക്കുകളെ, അസർ അതിന്റെ സ്വാധീനം, ലോകം പർ ജറൂർ പടുത്തായ, മറ്റുള്ളവരിൽ കൃത്യമായിട്ടും സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ സ്നേഹത്തോടു കൂടി ആൾ പ്രയാസപ്പെടുമ്പം അയാൾ ആശ്വസിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആരാണോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവിടെ കിട്ടും. ഓക്കെ, എന്നെ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, എനർജി കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് വേഗം ടിക്കറ്റ് മുറിച്ചു കൊടുക്കാനുള്ള ആവേശം ഉണ്ടാക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി മറ്റുള്ളവരുടെ മനസ്സിൽ പൂത്തിരി കത്തിക്കുന്നതിന് കാരണമായി തീർന്നു. ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഒന്നാം ചോദ്യം, ലേഖക കഹാൻ ജാ രഹാ താ, നമ്മുടെ അനന്ത് ഗോപാൽ ഷേവഡ് എവിടെ പോവുകയായിരുന്നു? ലേഖക് മുംബൈ ജാ രഹാ താ, മുംബൈക്ക് പോവുകയായിരുന്നു. ഗാഡിയോ കി സംഖ്യ കം ദി ക്യൂം, അന്ന് വണ്ടികളുടെ എണ്ണം കുറവായിരുന്നു. എന്തുകൊണ്ട്? ലഡായിക്കെ കാരണം, യുദ്ധം കാരണം ഗാഡിയോ കി സംഖ്യ കം ദി, വണ്ടികളുടെ എണ്ണം കുറവായിരുന്നു. ടിക്കറ്റ് ബാബു കി പരേശാനി കാ കാരണം ക്യാ താ, ടിക്കറ്റ് ബാബുവിന്റെ ടിക്കറ്റ് മുറിക്കുമ്പോഴുള്ള പ്രയാസം എന്തായിരുന്നു? ഭീഡ് കെ കാരണം, അപാരമായ അനിയന്ത്രിതമായ തിരക്ക് കാരണമാണ് അദ്ദേഹം പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം, ഭീഡ് മേ സെ ക്യാ ക്യാ സുനായേ ജാ രഹേ ഥേ, തിരക്കിന്റെ ഇടയിലൂടെ എന്തെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു? അരേ ഭയ്യാ ദക്ഷിണ ചടാവോ തോ കബ് ടിക്കറ്റ് മിലേഗാ, അയ്യോ ചേട്ടാ, അരേ ഭയ്യാ ഏ സഹോദര ദക്ഷിണ ചടായത്തോ, ദക്ഷിണ എന്ന ഇവിടെ തന്നെ കൈക്കൂലി ഉദ്ദേശിച്ചത്, കൈക്കൂലി എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ബഡി ഇൻഎഫിഷ്യൻസി ഹേ, നിങ്ങൾ വലിയ ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ സെ ശിക്കായത്ത് കരെങ്കിൽ, ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോട് കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾ എത്ര നേരം ആൾക്കാർ ക്യൂ നിൽക്കുന്നത്, നിങ്ങളിങ്ങനെ വല്ല ടിക്കറ്റ് മുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു.
അടുത്തത് യേ സബ് സുൻകർ ബി, ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും ടിക്കറ്റ് ബാബു ക്യാ കർ രഹാ താ, ടിക്കറ്റ് ബാബു എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബാത്തോങ്കോ, അവൻ പുറത്തുനിന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാക്കുകളെ സുന അൻസുന, കേട്ടിട്ടും കേൾക്കാത്ത പോലെ കർക്കെ അപ്പനാ കാം കർത്ത രഹ, തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആളുകൾ നമ്മളെ പരിഹസിക്കുന്നുണ്ടാവാം, പക്ഷേ അത്തരം കാര്യങ്ങൾ നോക്കാതെ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇട്ടേച്ചു പോകാതെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എല്ലാ ആളുകളെയും നന്നാക്കിയതിന് ശേഷം എന്നോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാവൂ, ഈ ലോകത്തിൽ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ട് ഈ നാട്ടിലൂടെ ജീവിക്കുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമ്മളത് പലതും കേൾക്കാത്ത രൂപത്തിൽ നമ്മൾ നടക്കുക, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ പാഠത്തിലൂടെ തരുന്നത്. ഇനി അഞ്ചാമത്തെ ഘടന, ലാസ്റ്റ് അഞ്ചാമത്തെ ഘടന, പാഞ്ചുവം ഘടന സാരാംശം. അഞ്ചാമത്തെ സംഭവത്തിന്റെ സാരാംശം ഇങ്ങനെയാണ്. ലേഖക ഏക് ബാർ ബാങ്ക് ഗയ, നമ്മുടെ അനന്ത് ഗോപാൽ ശേവയുടെ ഒരിക്കൽ ബാങ്കിൽ പോയി. ക്ലർക്ക് കി ദസ്ത് ലിപി അച്ചിതി, ക്ലർക്ക് കി ഹസ്തലിപി, അദ്ദേഹത്തിന്റെ ഹസ്തലിപി എന്ന് പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് അച്ചിതി വളരെ സൂപ്പറായിരുന്നു. ലേഖനെ ഉനക്ക് പ്രശംസക്കി, ലേഖൻ ആ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് പ്രശംസിച്ചു. ക്ലർക്ക് കാ ചെഹര പ്രസന്ന സേ ഖിലുട, ആ സമയത്ത് ക്ലർക്കിന്റെ ചെഹര എന്ന് പറഞ്ഞ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ലേഖയ്ക്ക് ബഡാ പ്രസന്ന ഹുക, അപ്പോൾ ഈ പറഞ്ഞ ലേഖനും വലിയ സന്തോഷം ഉണ്ടായി. ഉൻകെ ശബ്ദം സേ ക്ലർക്ക് കെ ജീവൻ മേ തോടി സി ഖുഷി പൗജി, ആ മനുഷ്യന്റെ വാക്കുകൊണ്ട്, അതായത് ഇങ്ങോട്ട് കയറി വന്ന ലേഖകന്റെ ആനന്ദ് ഗോപാൽ ശിവയുടെ വാക്കുകൊണ്ട് ക്ലർക്കായി ജോലി ചെയ്ത് കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സ് സന്തോഷമുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം നേരത്തേക്കാണെങ്കിലും സുഖം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോയി ഒരാളെ പെരുമാറുന്ന സമയത്ത് അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് സമയത്ത്, സാറ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, സാറ് ഗംഭീരമായിട്ടാണ് ഫയലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്, സാർ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഫയൽ എടുത്തു തന്നല്ലോ സാറ്, അങ്ങനെ നമുക്ക് പ്രശംസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുണമാണ്. മറ്റുള്ളവരുടെ ഗുണത്തെ നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വലിയൊരു ഗുണമാണ്. നമ്മൾ ആരും അത് ചെയ്യാറില്ല, പക്ഷെ അത് ചെയ്യണമെന്നുള്ള, മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ അത് അവരിലും സന്തോഷത്തിൻ്റെ പൂത്തിരികൾ ഉണ്ടാകുന്നു, അത് കാരണം നമ്മളിലും സന്തോഷത്തിൻ്റെ പൂത്തിരികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അയാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വാക്കുകളും ചേഷ്ടകളും പ്രവൃത്തികളുമാണ് നമ്മളെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരെങ്ങനെയാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അവരെ തിരുത്തി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള സന്ദേശങ്ങളാണ് ഈ 5 സംഭവങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എവിടെ ചെന്നാലും, ഒരു ഓഫീസിൽ കയറി ചെന്നാലും എവിടെ ചെന്നാലും നമ്മൾ ഒരു മയത്തോടു കൂടി വേണം, സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി വേണം അവിടെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ, മനസ്സിലാക്കാൻ. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നോക്കൂ. ബാങ്ക് ക്ലർക്ക് അക്ഷർ കൈസത, ബാങ്ക് ക്ലർക്കിന്റെ അക്ഷരം എങ്ങനെ ഉണ്ടായിരുന്നു? ബഹുത് അച്ഛാത, വളരെ നല്ലതായിരുന്നു. ലേഖകനെ ഉൻസെ ക്യാ കഹ, അപ്പൊ ലേഖക അവരോട് എന്ത് പറഞ്ഞു? ആപ്കി ലിപി ബഹുത് സുന്ദർ ഹെ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സുന്ദരമാണെന്ന് പറഞ്ഞു. ക്ലർക്ക് ക്യോം പ്രസന്ന ഹുവ, ക്ലർക്ക് എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? പ്രശംസ സുൻകർ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രശംസ കേട്ടപ്പോഴാണ്. അടുത്ത ലേഖകോ ക്യോം പ്രസന്നത മഹസൂസ് ഹുയി, ലേഖകനും എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടായത്? ലേഖകെ തോടെ ശബ്ദവും സെ, ലേഖന്റെ വായിൽ നിന്ന് പറഞ്ഞ കുറച്ച് വാക്കുകൾ കൊണ്ട് ക്ലർക്ക് കെ ജീവൻ മേ തോടാസ സുഖ പൗഞ്ചാനേക്കെ കാരണം, ക്ലർക്കിന്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കുറച്ച് സന്തോഷം വന്ന കാരണത്താൽ ലേഖന്റെ മനസ്സിൽ സന്തോഷമുണ്ടായി. ഇതാണ് ഈ 5 സംഭവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 5 സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് നമ്മളോട് ചോദിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ, ഞാൻ അതിൻ്റെ കറക്റ്റ് ഉത്തരമാണ് ഇവിടെ എഴുതിച്ചത്. മാച്ച് ദ ഫോളോയിങ് ഇവിടെ തന്നതിന് ശേഷം ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് തരിക. ഞാൻ കൃത്യമായിട്ട് ഓർഡറിലാണ് തന്നത്. എന്നാൽ നമ്മൾ ഓർഡർ പഠിച്ചാൽ പിന്നെ തെറ്റില്ലല്ലോ. നോക്കും, ഘടന, സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളുമാണ്. നോക്കൂ, ശ്രദ്ധിച്ചോളൂ. യാത്രിയോങ്കോ ടിക്കറ്റ് തേന, യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ആരാണ്? ടിക്കറ്റ് ബാബു ആണ്, മറക്കരുത്. സുന്ദർ ലിപിമേ ലിഖന, ബ്യൂട്ടിഫുൾ അക്ഷരത്തിൽ എഴുതിയത് ആരാണ്? ബാങ്ക് ക്ലർക്ക്, ബാങ്കിലെ ക്ലർക്കാണ്. റെയിൽഗാഡി സെ ബീജ് ഫെങ്കിന, ട്രെയിനിൽ നിന്ന് വിത്ത് പുറത്തെറിഞ്ഞത് ആരാണ്? സംഭ്രാന്ത് മഹിള, അല്ലേ? സംഭ്രാന്ത് മഹിള എന്ന് പറഞ്ഞാൽ കുലമഹിമയുള്ള, ആഭിജാത്യമുള്ള സ്ത്രീയാണ്, കുലീന സ്ത്രീയാണ്. ആംകി കുടലിയാൻ പോന, മാങ്ങയുടെ വിത്തുകൾ നട്ടതാരാണ്? ബൂഢ ആദ്മി, വൃദ്ധനായ മനുഷ്യനാണ്. ഇനി ഒന്നൂറ് സംഭവം ഉണ്ട്. വിദ്യാർത്ഥിക്ക് മദത് കർണ, വിദ്യാർത്ഥിയെ സഹായിച്ചതാര്? ഫ്രാങ്ക്ലിൻ, അല്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ്. ഈ 5 സംഭവങ്ങൾ, ഈ പേരുകളൊക്കെ നമുക്കിവിടെ ഡിസോർഡർ ആയി തരും. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ഈ അനന്തയ്ക്ക് ഫുൾച്ചടിയം എന്ന് പറയുന്ന പാഠങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് സാറിപ്പോൾ വച്ചിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ വിജ്ഞാപനം വരാനുള്ളതുമായി ബന്ധപ്പെട്ടാണ്. മാച്ച് ദ ഫോളോയിങ് വരാനുണ്ട്, കോൺവെർസേഷൻ വരാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഈ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.